നമസ്കാരം. STV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പട്ടാമ്പി നഗരസഭാ ചെയർപേഴ്സണെതിരെ UDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം ചർച്ച ചെയ്യാനായില്ല. പ്രമേയം ചർച്ച ചെയ്യാൻ കഴിയാതിരുന്നത് ക്വാറം തികയാത്ത സാഹചര്യത്തിൽ 28 അംഗ കൌൺസിലിൽ അവിശ്വാസ പ്രമേയ ചർച്ചയ്ക്കെത്തിയത് 13 പേർ മാത്രം. ഭരണപക്ഷത്തിന്റെ അഴിമതിക്കും ജനദ്രോഹത്തിനുമെതിരെ പോരാട്ടം തുടരുമെന്ന് UDF. CPM V4 സഖ്യത്തിന്റെ വികസന ഭരണത്തിൽ പട്ടാമ്പിയിലെ UDF അസ്വസ്ഥമെന്ന് നഗരസഭാ വൈസ് ചെയർമാൻ TP ഷാജി. സഖ്യം ഒറ്റക്കെട്ടായി മുന്നോട്ടു പോകും. കൂറുമാറിയ കൌൺസിലർക്കെതിരെ നടപടിയുണ്ടാകുമെന്നും TP ഷാജി. കഞ്ചിക്കോട്ട് ട്രെയിൻ തട്ടി വീണ്ടും കാട്ടാന ചരിഞ്ഞു. കഞ്ചിക്കോട് പന്നിമടയ്ക്ക് സമീപം പിടിയാന ചരിഞ്ഞത് തിരുവനന്തപുരം ചെന്നൈ എക്സ്പ്രസ് ഇടിച്ച്. സംഭവത്തിൽ ലോക്കോ പൈലറ്റിനെതിരെ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചതായി വനം വകുപ്പ്. കഴിഞ്ഞ ഒരു മാസത്തിനിടെ ഇതേ പ്രദേശത്ത് ട്രെയിൻ ഇടിച്ച് കാട്ടാന ചരിയുന്നത് ഇത് രണ്ടാം തവണ. മൃഗസമ്പത്തിന് ഭീഷണിയായി കൊടും ചൂട്. എരുമപ്പെട്ടിയിൽ സൂര്യാഘാതമേറ്റ് പശു കുഴഞ്ഞു വീണു ചത്തു. വനങ്ങൾ ഉണങ്ങിയതോടെ കാട്ടാനകൾ കൂട്ടത്തോടെ നാട്ടിൽ. അകമലയിൽ ജനവാസ കേന്ദ്രത്തിലിറങ്ങിയ കാട്ടാനകൾ വ്യാപകമായി കൃഷി നശിപ്പിച്ചു. ഗതാഗത വകുപ്പിന്റെ അശാസ്ത്രീയ പരിഷ്കാരങ്ങൾക്കെതിരെ യൂത്ത് കോൺഗ്രസ്. ഡ്രൈവിംഗ് ടെസ്റ്റ് അവതാളത്തിലാക്കിയതുൾപ്പെടെ മണ്ടൻ പരിഷ്കാരങ്ങൾ പിൻവലിക്കണം. പാലക്കാട് RT ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് മാർച്ച്. ഡ്രൈവിംഗ് ടെസ്റ്റ് സ്വകാര്യ കുത്തകകളെ ഏൽപ്പിക്കാനുള്ള അണിയറ നീക്കമാണ് വകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കുന്നതെന്ന് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ. തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ 2 കിലോ കഞ്ചാവുമായി ഒഡീഷ സ്വദേശിനിയായ യുവതി അറസ്റ്റിൽ. ഒഡീഷ ഗഞ്ചം സ്വദേശിനി തനു ഹനാക്ക് പിടിയിലായത് സ്ത്രീകൾ ട്രെയിൻ മാർഗം കഞ്ചാവ് കടത്തുന്നു എന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിൽ. കഞ്ചാവ് കണ്ടെത്തിയത് അരിസഞ്ചിയിൽ ഒളിപ്പിച്ച നിലയിൽ. മുമ്പും ഇത്തരത്തിൽ കഞ്ചാവ് കടത്തിയിട്ടുണ്ടെന്ന് യുവതി സമ്മതിച്ചതായി പോലീസ്. പുനർനിർമ്മാണം നടന്ന ഷൊർണൂർ പോസ്റ്റ് ഓഫീസ് റോഡിൽ ചെറുമഴയിൽ തന്നെ വെള്ളക്കെട്ട്. പല ഭാഗത്തും ചെളിവെള്ളം തളം കെട്ടിയത് യാത്രക്കാരെയും വ്യാപാരികളെയും വലച്ചു. മഴക്കാലത്ത് പ്രശ്നം രൂക്ഷമാകാൻ സാധ്യത. വെള്ളക്കെട്ട് പാതയുടെ തകർച്ചയ്ക്ക് കാരണമാകുമെന്നും ആശങ്ക. ശുദ്ധജല പ്രതിസന്ധി രൂക്ഷം. ഷൊർണൂരിലെ കുടിവെള്ളക്ഷാമത്തിന് പരിഹാരം കാണാൻ നടപടികൾ ആരംഭിച്ചതായി നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ്. എല്ലാ പ്രദേശങ്ങളിലും ടാങ്കർ ലോറികളിൽ കുടിവെള്ളം എത്തിക്കും. നഗരസഭാ പരിധിയിലെ ചെറുകിട കുടിവെള്ള പദ്ധതികൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ പുനരുജ്ജീവിപ്പിക്കുമെന്നും ചെയർമാൻ. മണ്ണൂരിൽ ആനക്കല്ല് കുടിവെള്ള പദ്ധതിയുടെ തടയണ പറ്റിയതോടെ 100 കണക്കിന് കുടുംബങ്ങൾ കുടിവെള്ളമില്ലാതെ വലയുന്നു. തൃശൂരിൽ മഴയ്ക്കായി പ്രത്യേക പൂജ. വരുണജപം നടത്തിയത് പഴയ നടക്കാവ് ചിറക്കൽ മഹാദേവ ക്ഷേത്രത്തിൽ. വാർത്തകൾ വിശദമായി. പട്ടാമ്പി നഗരസഭയിൽ UDF കൌൺസിലർമാർ കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം ചർച്ചയ്ക്കെടുത്തില്ല. ക്വാറം തികയാത്തതാണ് കാരണം. അവിശ്വാസം UDFന് വലിയ നേട്ടമായി കാണുന്നുവെന്നും നഗരസഭയ്ക്കെതിരെ ഇനിയും പ്രതിഷേധവുമായി മുന്നോട്ടു പോകുമെന്നും UDF കൌൺസിലർമാർ പറഞ്ഞു. പട്ടാമ്പി നഗരസഭയിലെ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി ചട്ടവിരുദ്ധമായ പ്രവർത്തനങ്ങൾ നടത്തുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് UDFിലെ 11 കൌൺസിലർമാർ ചെയർപേഴ്സണെതിരെ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിയിരുന്നത്. ഇതുപ്രകാരം ചൊവ്വാഴ്ച രാവിലെ അവിശ്വാസ പ്രമേയത്തിന്മേൽ ചർച്ച നടക്കേണ്ടതായിരുന്നു. തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജില്ലാ ജോയിന്റ് ഡയറക്ടർ MK ഉഷയുടെ സാന്നിധ്യത്തിൽ നടപടിക്രമങ്ങൾ ആരംഭിച്ചുവെങ്കിലും അവിശ്വാസ പ്രമേയം ചർച്ച ചെയ്തില്ല. അംഗങ്ങളുടെ ക്വാറം തികയാത്തതാണ് കാരണമെന്ന് MK ഉഷ പറഞ്ഞു. 28 കൌൺസിലർമാർ ഉള്ളിടത്ത് 14 അംഗങ്ങൾ വേണം അവിശ്വാസം ചർച്ച ചെയ്യാൻ. എന്നാൽ 13 കൌൺസിലർമാർ മാത്രമേ പങ്കെടുത്തിരുന്നുള്ളൂ. UDFിലെ 11 കൌൺസിലറും ഒരു BJPയും V4 പാർട്ടിയിലെ സ്വതന്ത്ര KT റുക്കിയ എന്നിവർ മാത്രമാണ് യോഗത്തിൽ പങ്കെടുത്തത്. ഭരണപക്ഷത്തെ V4 പാർട്ടി സഖ്യത്തിലെ കൌൺസിലറായ KT റുക്കിയ യോഗത്തിൽ പങ്കെടുത്തത് ശ്രദ്ധേയമായി. ഈ ഭരണസമിതിയെ കൂടുതൽ പ്രതീക്ഷിച്ചതാണെന്നും അതേസമയം ചെയർപേഴ്സന്റെ പ്രവർത്തനങ്ങളിൽ യോജിപ്പില്ലെന്നും സ്വതന്ത്ര നിലപാടുള്ളതുകൊണ്ടാണ് താൻ യോഗത്തിൽ പങ്കെടുത്തതെന്നും KT റുക്കിയ പ്രതികരിച്ചു. എനിക്ക് ഇതിൽ വലിയ പ്രതീക്ഷയോട് വന്നതാണ് ഈ ഭരണസമിതി. പല കാര്യത്തിലും ഉണ്ടായ നമ്മുടെ പ്രതീക്ഷക്കൊത്ത് ഉയരാൻ കഴിയാത്തതും അതുപോലെ തന്നെ ഈ മുന്നണിയിൽ നിൽക്കുന്ന ആളുകൾ പല നമ്മൾ കേട്ടിട്ടുണ്ട് V4 പട്ടാമ്പി തിരിച്ചു വിട്ടു എന്ന് വരെ നിങ്ങൾ തന്നെയാണല്ലോ പത്രക്കാർ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതുപോലുള്ള ഇത് വന്നു. അതുപോലെ തന്നെ പല പാർട്ടികളായിട്ടും ഇതുപോലെ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നു. ഞാനൊരു സ്വതന്ത്ര നിലപാടിൽ വന്നാണ്. ആ സ്വതന്ത്ര നിലപാടായിട്ട് മുന്നോട്ട് പോകാൻ ഞാൻ താൻ ഇനി സ്വതന്ത്ര നിലപാടുമായി മുന്നോട്ടു പോകുമെന്നും KT റുക്കിയ വ്യക്തമാക്കി. അതേസമയം അവിശ്വാസം കൊണ്ടുവന്നത് വലിയ നേട്ടമായിട്ടാണ് UDF കാണുന്നത്. 11 അംഗങ്ങൾക്ക് പുറമെ ഒരു കൗൺസിലറെ കൂടി യോഗത്തിൽ പങ്കെടുപ്പിക്കാൻ കഴിഞ്ഞെന്നും
UDF കൗൺസിലർ CA സാജിദ് പറഞ്ഞു. നഗരസഭയ്ക്കെതിരെ ഇനിയും ശക്തമായ പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും CA സാജിദ് സൂചിപ്പിച്ചു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ അവിശ്വാസ പ്രമേയത്തെ ഞങ്ങൾ പോസിറ്റീവായിട്ട് തന്നെയാണ് കാണുന്നത്. ഇവിടെ ഇടതുപക്ഷത്തിൻ്റെ നേതൃത്വത്തിലുള്ള സഖ്യം അധികാരത്തിൽ വന്നതിന് ശേഷം നിരന്തരമായി ഞങ്ങൾ നടത്തിവരുന്ന സമര പോരാട്ടങ്ങളുടെ തുടർച്ചയായിട്ട് തന്നെയാണ് ഞങ്ങൾ ഇന്ന് ഈ അവിശ്വാസ പ്രമേയത്തെയും കാണുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ അതിനെ വളരെ നേട്ടമായിട്ട് തന്നെയാണ് കാണുന്നത്. ഞങ്ങൾക്ക് 11 അംഗങ്ങളായിരുന്നു ഇതുവരെ UDF പക്ഷത്തുണ്ടായിരുന്നത് എങ്കിൽ ഇന്നു മുതൽ അത് 12ആയി മാറിയിരിക്കുന്നു. ഇവിടെ 12 അംഗങ്ങൾ അവിടെ ഒപ്പിട്ടിരിക്കുന്നു. ഇവിടെ നമുക്കെല്ലാവർക്കും അറിയുന്ന പോലെ 11 അംഗങ്ങളാണ് ഈ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിയിരുന്നതെങ്കിലും ഇന്ന് 13 അംഗങ്ങളാണ് ആ യോഗത്തിൽ പങ്കെടുത്തത്. ഏതായാലും അവിശ്വാസ പ്രമേയം കൊണ്ട് അതല്ലെങ്കിൽ ഈ ഒരു മുന്നേറ്റം കൊണ്ട് മാത്രം ഞങ്ങൾ അവസാനിപ്പിക്കുന്നില്ല. നിരന്തരമായ സമര പോരാട്ടങ്ങൾക്കുള്ള തുടക്കം മാത്രമാണ് ഇത് എന്ന് മാത്രം സൂചിപ്പിക്കുന്നു. ന്യൂസ് ബ്യൂറോ പട്ടാമ്പി. CPM V4 പട്ടാമ്പി സഖ്യത്തിന്റെ വികസന ഭരണത്തിൽ UDFന് അസ്വസ്ഥതയുണ്ടെന്ന് നഗരസഭാ വൈസ് ചെയർമാനും V4 പട്ടാമ്പി നേതാവുമായ TP ഷാജി. CPM V4 പട്ടാമ്പി മുന്നണി ഒറ്റക്കെട്ടായി മുന്നോട്ടു പോകും. കൂറുമാറിയ കൌൺസിലർക്കെതിരെ നടപടിയുണ്ടാകുമെന്നും TP ഷാജി പറഞ്ഞു. ഇപ്പോഴത്തെ ഭരണത്തെ ജനം പിന്തുണയ്ക്കുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അത് ചർച്ച ചെയ്ത് പരിഹരിക്കാറുണ്ടെന്നും TP ഷാജി പറഞ്ഞു. ഭരണകക്ഷിയിലെ കൂറുമാറിയ കൗൺസിലർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നും ഷാജി പറഞ്ഞു. ആ കൂട്ടായ്മക്ക് ലഭിച്ചിട്ടുള്ള ഒരു അംഗീകാരമാണ് ഞങ്ങൾ നിർത്തിയ എല്ലാ സ്ഥാനാർത്ഥികളും വലിയ ഭൂരിപക്ഷത്തോടു കൂടി വിജയിച്ചത്. അപ്പോൾ ഇത്രയും വർഷക്കാലം ഞങ്ങളുടെ കൂടെ പ്രവർത്തിച്ചു. സാധാരണക്കാരായ ഒരുപാട് ആളുകൾ ഞങ്ങളുടെ കൂടെ നിന്നു. ആ ഭരണമാറ്റത്തിന് ഞങ്ങൾക്ക് നേതൃത്വം നൽകാൻ സാധിച്ചു. ആ ഭരണത്തിന് പിന്തുണ നൽകാതെ മാറി നിന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രയാസകരമായ ഒരു കാര്യമാണ്. എന്തെങ്കിലും തരത്തിലുള്ള വിഷയങ്ങളോ പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ ഉണ്ടെങ്കിൽ അതൊക്കെ ചർച്ചയിലൂടെ ഞങ്ങൾക്ക് പരിഹരിക്കാൻ കഴിയുമായിരുന്നു. ഈ അവസാന ഘട്ടത്തിൽ ഈ ഭരണകക്ഷിക്കെതിരായ ഒരു നിലപാട് സ്വീകരിച്ചു എന്നത് തികച്ചും ദൗർഭാഗ്യകരമാണ്. താൻ UDF നേതാക്കളെ കാണുന്നത് ചർച്ചയായി വ്യാഖ്യാനിക്കേണ്ടതില്ലെന്നും TP ഷാജി വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ പട്ടാമ്പി. പാലക്കാട് കഞ്ചിക്കോട് വീണ്ടും ട്രെയിൻ തട്ടി കാട്ടാന ചരിഞ്ഞു. കഞ്ചിക്കോട് പന്നിമടയ്ക്ക് സമീപം തിരുവനന്തപുരം ചെന്നൈ എക്സ്പ്രസ് ഇടിച്ചാണ് 25 വയസ്സോളം പ്രായമുള്ള പിടിയാന ചരിഞ്ഞത്. സംഭവത്തിൽ ലോക്കോ പൈലറ്റിനെതിരെ കേസെടുത്ത് വനം വകുപ്പ് അന്വേഷണം ആരംഭിച്ചു. കഴിഞ്ഞ രാത്രി 11 മണിയോടെയാണ് അപകടമുണ്ടായത്. കഞ്ചിക്കോട് പന്നിമടയ്ക്ക് സമീപം B ലൈനിൽ ട്രാക്ക് മുറിച്ച് കിടക്കുന്നതിനിടെ ഏകദേശം 25 വയസ്സ് പ്രായം വരുന്ന പിടിയാനയെ തിരുവനന്തപുരം ചെന്നൈ എക്സ്പ്രസ് ഇടിക്കുകയായിരുന്നു. അപകടത്തിൽ ആനയുടെ തലയ്ക്കാണ് പരിക്കേറ്റത്. പുലർച്ചെ 2:30 ആന ചരിഞ്ഞു. പാലക്കാട് കോയമ്പത്തൂർ റെയിൽവേ പാതയിൽ ട്രെയിനുകൾക്ക് വേഗ നിയന്ത്രണമുണ്ട്. ഈ നിയന്ത്രണം ലംഘിച്ചതാണോ അപകടത്തിലേക്ക് നയിച്ചതെന്നും ലോക്കോ പൈലറ്റിനെതിരെ കേസെടുക്കുമെന്നും DFO ജോസഫ് തോമസ് അറിയിച്ചു. പരിധി ലംഘിച്ചുള്ള ട്രെയിനിന്റെ വേഗത ഇടിയുടെ ആഘാതം കൂട്ടിയെന്നും ഇതാണ് ആനയുടെ പരിക്ക് ഗൗരവമുള്ളതാക്കിയെന്നും അധികൃതർ പറയുന്നു. ആന വീണുകിടന്നിരുന്ന പന്നിമടയിൽ നിന്ന് ക്രെയിൻ ഉപയോഗിച്ചാണ് ജഡം പുറത്തെടുത്തത്. വനം വകുപ്പിന്റെ സ്ഥലത്തേക്ക് മാറ്റിയ ജഡം ഡോക്ടർ ഡേവിഡ് എബ്രഹാമിന്റെ നേതൃത്വത്തിൽ പോസ്റ്റ്മോർട്ടം നടത്തി സംസ്കരിച്ചു. കഴിഞ്ഞ 1 മാസത്തിനിടെ 2ാമത്തെ കാട്ടാനയാണ് കഞ്ചിക്കോട്ട് ട്രെയിൻ തട്ടി ചെരിയുന്നത്. ന്യൂസ് ബ്യൂറോ പാലക്കാട്. എരുമപ്പെട്ടിയിൽ സൂര്യാഘാതമേറ്റ് പശു ചത്തു. തൊഴുത്തിൽ കെട്ടിയിട്ടിരുന്ന പശു കുഴഞ്ഞു വീഴുകയായിരുന്നു. എരുമപ്പെട്ടി സ്കൈ മണ്ഡപത്തിന് പിറകുവശത്ത് താമസിക്കുന്ന അരീക്കുഴി സ്റ്റീഫന്റെ പശുവാണ് ചത്തത്. തൊഴുത്തിൽ കെട്ടിയിട്ടിരുന്ന പശു കുഴഞ്ഞു വീഴുകയായിരുന്നു. എരുമപ്പെട്ടി വെറ്റിനറി സർജന്റെ നേതൃത്വത്തിൽ പോസ്റ്റ്മോർട്ടം നടത്തി. പൂർണ്ണ ആരോഗ്യമുണ്ടായിരുന്ന പശുവിന് രോഗലക്ഷണങ്ങളൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ചൂടുമൂലമുണ്ടായ നിർജ്ജലീകരണമാണ് പശു കുഴഞ്ഞു വീണ് ചാവാൻ കാരണമെന്നാണ് നിഗമനം. ന്യൂസ് ബ്യൂറോ തൃശൂർ. ഷൊർണൂരിലെ രൂക്ഷമായ കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ നടപടികൾ ആരംഭിച്ചതായി നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ്. ടാങ്കർ ലോറികളിൽ കുടിവെള്ളം എത്തിക്കുന്നതിനു പുറമെ ചെറുകിട കുടിവെള്ള പദ്ധതികൾ പുനരുജ്ജീവിപ്പിക്കുമെന്നും ചെയർമാൻ പറഞ്ഞു. രൂക്ഷമായ കുടിവെള്ള പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ ജില്ലാ കളക്ടറുമായി ബന്ധപ്പെട്ടിരുന്നു. ഷൊർണൂർ വാണിയംകുളം കുടിവെള്ള പദ്ധതിയുടെ സ്രോതസ്സായ ഭാരതപ്പുഴയിലെ ഷൊർണൂർ തടയണ പ്രദേശം വറ്റിയ കാര്യം ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. വൃഷ്ടിപ്രദേശങ്ങളിൽ മഴ ലഭിച്ചാൽ മലമ്പുഴ ഡാം തുറക്കുന്ന കാര്യം ആലോചിക്കാമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുണ്ടെന്നും ചെയർമാൻ പറഞ്ഞു. സമീപകാലത്തൊന്നുമില്ലാത്ത വരൾച്ച പ്രതിസന്ധിയെയാണ് നാട് അഭിമുഖീകരിക്കുന്നത്. നഗരസഭയിലെ പരമാവധി പ്രദേശങ്ങളിൽ ടാങ്കറുകളിൽ കുടിവെള്ളമെത്തിക്കും. ജലലഭ്യതയാണ് പ്രശ്നം.
ഷൊർണൂർ സമഗ്ര കുടിവെള്ള പദ്ധതി യാഥാർത്ഥ്യമായതോടെ പൂട്ടിയിട്ട ചെറുകിട കുടിവെള്ള പദ്ധതികൾ പുനരുജ്ജീവിപ്പിച്ച് പ്രതിസന്ധിയെ മറികടക്കാനാണ് പരിശ്രമമെന്നും ചെയർമാൻ പറഞ്ഞു. പെട്ടെന്ന് തന്നെ അതെല്ലാം റിപ്പയർ ചെയ്ത് എടുത്ത് കുടിവെള്ളം വിതരണത്തിന് കുറെ കൂടി ശാശ്വതമായിട്ടുള്ള പരിഹാരങ്ങളുള്ള നടപടികളിലേക്ക് നഗരസഭ നീങ്ങുകയാണ്. അതോടൊപ്പം കലക്ടറുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്, ജില്ലാ കലക്ടറുമായി ബന്ധപ്പെട്ടിരുന്നു. അപ്പോൾ ഈ 6-ാം തീയതിക്ക് ശേഷം മഴ ഒന്ന് പെയ്ത് ഭൂമിയിലെല്ലാം ഒന്ന് വെള്ളം ഇറങ്ങിയാൽ മലമ്പുഴ തുറക്കുന്ന കാര്യം ആലോചിക്കാമെന്നും അത് വഴി നമ്മുടെ ഷൊർണൂരിലെ തടയണ വരെ വെള്ളം എത്തും എന്നുമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് രാവിലെ ചെറിയൊരു മഴ കിട്ടിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വീണ്ടും കലക്ടറുമായി ബന്ധപ്പെടുന്നുണ്ട്. ബന്ധപ്പെട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ തടയണയിലേക്ക് വെള്ളം എത്തിക്കാനുള്ള നടപടി കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് സ്വീകരിക്കും. പൊതുവിൽ നമുക്ക് നല്ല ക്ഷാമമാണ് നേരിടുന്നത്. ഇത് അടുത്ത കാലത്തൊന്നും കാണാത്ത നിലയിലുള്ള ഒരു പ്രശ്നമായിട്ടാണ് വന്നിട്ടുള്ളത്. വാട്ടർ അതോറിറ്റിയുടെ ജലവിതരണത്തിനൊപ്പം നഗരസഭയുടെ ഭാഗത്തു നിന്നും ജനങ്ങളുടെ കുടിവെള്ളം മുടങ്ങാതിരിക്കാനുള്ള എല്ലാ നടപടികളും ഉണ്ടാകുമെന്നും ചെയർമാൻ അറിയിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. മണ്ണൂർ പഞ്ചായത്തിലെ ആനക്കല്ല് കുടിവെള്ള പദ്ധതിയുടെ തടയണ വറ്റിവരണ്ടതോടെ കുടിവെള്ള പ്രതിസന്ധിയിൽ പ്രദേശവാസികൾ. 1-ാം വാർഡിലെ 250ഓളം വരുന്ന കുടുംബങ്ങളുടെ ഏക ആശ്രയമായിരുന്നു ഈ തടയണ. ഒരാഴ്ചയായി ജലവിതരണം നടക്കാത്തതിനാൽ കുടിവെള്ളക്ഷാമം അതിരൂക്ഷമായി തുടരുകയാണ്. കൊട്ടക്കുന്ന്, പടിപ്പുരക്കാട്, ആനക്കല്ല്, ചെവിക്കൽക്കുണ്ട്, മരുതൂർക്കുണ്ട്, നെല്ലിക്കുന്ന് തുടങ്ങിയ 250ഓളം കുടുംബങ്ങളാണ് വെള്ളമില്ലാതെ വലയുന്നത്. പലരും പണം കൊടുത്താണ് കുടിവെള്ളം എത്തിക്കുന്നത്. 2 തവണ കാഞ്ഞിരപ്പുഴ ഡാം തുറന്ന് തടയണയിലേക്ക് വെള്ളം എത്തിച്ചിരുന്നെങ്കിലും നിലവിൽ കാഞ്ഞിരപ്പുഴ ഡാമിലും വെള്ളമില്ലാത്ത അവസ്ഥയാണ്. പഞ്ചായത്തിൽ ഒരു 100-300 കുടുംബങ്ങൾക്കുള്ള വെള്ളമാണിത്. ഇത് കാഞ്ഞിരപ്പുഴയിൽ നിന്ന് ഒരു 3 പ്രാവശ്യം വെള്ളം വിട്ടു കിട്ടി. അത് ഇതുവരെയ്ക്കും ഇപ്പം താഴെയും അണക്കെട്ടിൽ വെള്ളമുണ്ട്, മുകളിലുണ്ട്, തടയണയുണ്ട്. നമ്മുടെ ഈ ഭാഗത്ത് സെൻട്രലിലൊരു തടയണ കട്ട് ചെയ്തില്ല, അത് നേരെ നോക്കാത്തത് കൊണ്ട് വെള്ളം ഇല്ലാണ്ടായി. അതുകൊണ്ട് ഈ 300 കുടുംബങ്ങളും 1-ാം വാർഡിൽ വെള്ളമില്ലാതെ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. ശക്തമായ വേനൽ മഴ ലഭിച്ചാലേ ഇനി ആനക്കൽ തോടിലെ തടയണയിൽ വെള്ളം എത്തുകയുള്ളൂ. നിലവിൽ തോടിലെ വെള്ളം വറ്റിയതോടെ പരിസരങ്ങളിലെ കിണറുകളിലും വെള്ളമില്ലാത്ത അവസ്ഥയാണ്. തടയണയിൽ വെള്ളം എത്തിക്കാനുള്ള നടപടി വേണമെന്നാവശ്യപ്പെട്ട് പദ്ധതി ഭാരവാഹികൾ കഴിഞ്ഞ ദിവസം ജില്ലാ കളക്ടറെ നേരിൽ കണ്ടിരുന്നു. ഡാമുകളിൽ വെള്ളമില്ലെന്ന മറുപടിയാണ് കളക്ടറിൽ നിന്നും ലഭിച്ചത്. ടാങ്കർ ലോറിയിൽ വെള്ളമെത്തിക്കണമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റിനോടും ഭാരവാഹികൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. നിലവിൽ മണൽച്ചാക്ക് നിരത്തിയാണ് തോടിൽ താൽക്കാലിക തടയണ നിർമ്മിച്ചിരിക്കുന്നത്. ഇതുമൂലം വെള്ളം വ്യാപകമായി പാഴായിരുന്നു. തോട്ടിൽ സ്ഥിരം തടയണ നിർമ്മിച്ച് ശാശ്വത പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് സർക്കാരിനും നിവേദനം നൽകിയെങ്കിലും കാര്യമായ നടപടിയൊന്നും ഉണ്ടായിട്ടില്ല. സ്ഥിരം തടയണ നിർമ്മിച്ച് കുടിവെള്ളക്ഷാമത്തിന് ശാശ്വത പരിഹാരമുണ്ടായില്ലെങ്കിൽ വരും ദിവസങ്ങളിലും ഇതുപോലെ ഭീകര കുടിവെള്ളക്ഷാമം ഉണ്ടാകുമെന്ന് പദ്ധതി ഭാരവാഹികളായ കൺവീനർ KP ശിവദാസ്, ചെയർമാൻ സിദ്ദിഖ്, K ഷൗക്കത്ത് അലി തുടങ്ങിയവർ STV ന്യൂസിനോട് പറഞ്ഞു. തോട്ടിൽ വെള്ളം പൂർണ്ണമായി വറ്റി തീരെ വെള്ളമില്ലാതാവുകയും ഇതിന് പകരം സംവിധാനം നിലയ്ക്ക് കാഞ്ഞിരപ്പുഴ ഡാമിൽ നിന്ന് വെള്ളം തുറന്നുകൊണ്ട് അത് കിണർ വഴി വിതരണം ചെയ്യുന്ന ഒരു രീതിയും നമ്മൾ അവലംബിച്ചിരുന്നു. 2 പ്രാവശ്യം അതിനെ ശ്രമിച്ചു, നടന്നു. എന്നാൽ ഇപ്പോൾ കാഞ്ഞിരപ്പുഴയിൽ നിന്നും വെള്ളം ഇല്ല എന്നുള്ള അറിയിപ്പ് കിട്ടിയതിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ ജലവിതരണം പൂർണ്ണമായി നിന്നിരിക്കുകയാണ്. കിണർ വറ്റി തീരെ വെള്ളമില്ല. 250ഓളം കുടുംബങ്ങൾ പ്രതിസന്ധിയിലാണ്. ആർക്കും കിണറുകളില്ല. അതുപോലെ തന്നെ ഈ പാറ പ്രദേശത്ത് പല വീടുകളിലും മഴക്കാലത്ത് മാത്രം വെള്ളം കിട്ടുന്ന കിണറുകളാണുള്ളത്. കിണറുകൾ പൂർണ്ണമായി വറ്റിപ്പോയി. അപ്പൊ ജലവിതരണ പദ്ധതിയിലെ വെള്ളം കിണർ വറ്റിയതോടുകൂടി ജലവിതരണ പദ്ധതി പൂർണ്ണമായി നിലച്ചൊരവസ്ഥയിലാണ്. ഞങ്ങൾ ഭാരവാഹികൾ എന്ന നിലയ്ക്ക് പരമാവധി പരിശ്രമിക്കുന്നുണ്ട്. അതിന് വെള്ളമില്ലാത്തതുകൊണ്ട് തന്നെ വീണ്ടും മോട്ടോർ ഉപയോഗിക്കാൻ കഴിയില്ല. അപ്പൊ ഈ പ്രതിസന്ധി പരിഹരിക്കുന്നതിന് അധികൃതരുടെ ഭാഗത്തുനിന്ന് സത്വരമായ നടപടി ആവശ്യമാണ്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഗതാഗത വകുപ്പിന്റെ അശാസ്ത്രീയ പരിഷ്കാരങ്ങൾ പിൻവലിക്കണമെന്ന് യൂത്ത് കോൺഗ്രസ് ആവശ്യമുന്നയിച്ച് പാലക്കാട് RT ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് മാർച്ച് നടത്തി. പാലക്കാട്, മലമ്പുഴ നിയോജക മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിലായിരുന്നു മാർച്ച്. പാലക്കാട് DCC ഓഫീസ് പരിസരത്തു നിന്ന് ആരംഭിച്ച മാർച്ച് പാലക്കാട് RT ഓഫീസിന് മുന്നിൽ പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം ജില്ലാ പ്രസിഡന്റ് KS ജയഘോഷ് ഉദ്ഘാടനം ചെയ്തു. പരിഷ്കൃതം എന്ന പേരിൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലുള്ള നിയമങ്ങളാണ് ഗതാഗത മന്ത്രിയും സർക്കാരും നടപ്പിലാക്കിയിരിക്കുന്നതെന്ന് ജയഘോഷ് ആരോപിച്ചു.
ലൈസൻസ് ആർക്കും ലഭിക്കരുതെന്ന വാശിയാണ് സർക്കാരിനുള്ളത്. ടെസ്റ്റ് പാസ്സായ ലക്ഷക്കണക്കിന് പേർക്ക് ലൈസൻസ് കൊടുത്തിട്ടില്ല. 5 ലക്ഷത്തോളം RC ബുക്കുകൾ കേരളത്തിൽ വിതരണം നടത്തുവാൻ കാത്തുകെട്ടി കിടക്കുമ്പോൾ 15 ലക്ഷത്തോളം ഡ്രൈവിംഗ് ലൈസൻസുകളാണ് വിതരണം നടത്തുവാൻ വേണ്ടി കേരളത്തിൽ കെട്ടിക്കിടക്കുന്നത്. ഈ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുമ്പോൾ ഓരോ ആളുകളിൽ നിന്നും 200 സംതിങ് രൂപ ഇതിൻ്റെ മറ്റേ ലൈസൻസിൻ്റെ ചെലവുകൾക്കായി ഈടാക്കിയിട്ട് പോലും ആ പണമെടുത്ത് സർക്കാർ വകമാറ്റി ചെലവാക്കിയിട്ട് ഇവിടെ ലൈസൻസ് കൊടുക്കാൻ ഇവിടുത്തെ ഗതാഗത വകുപ്പിന് കഴിയാതെ മുമ്പോട്ട് പോകുമ്പോഴാണ് ഇത്തരത്തിലുള്ള സമര പരിപാടികൾക്ക് ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്നത്. ഇവിടുത്തെ ഡ്രൈവിംഗ് ടെസ്റ്റ് കുത്തകകളെ ഏൽപ്പിക്കാനുള്ള അണിയറ നീക്കമാണ് സംസ്ഥാനത്ത് നടക്കുന്നതെന്നും ജയഘോഷ് ആരോപിച്ചു. യൂത്ത് കോൺഗ്രസ് പാലക്കാട് നിയോജക മണ്ഡലം പ്രസിഡന്റ് PS വിപിൻ അധ്യക്ഷത വഹിച്ചു. ശ്രീകുമാർ, രതീഷ് പുതുശ്ശേരി, രതീഷ് തസ്രാക്ക്, സതീഷ് തിരുവാലത്തൂർ, സജീവൻ പൂവക്കോട് എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഷൊർണൂരിൽ നഗരസഭ ആരോഗ്യ വിഭാഗം ക്ലീൻ സിറ്റി മാനേജറുടെ നേതൃത്വത്തിൽ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് നടത്തിയ പരിശോധനയിൽ നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തു. 15-ാം വാർഡിൽ വീടിനോട് ചേർന്ന് അനധികൃതമായി ഷെഡ് നിർമ്മിച്ച് നിരോധിത ഉൽപ്പന്നങ്ങൾ ശേഖരിച്ച് വിൽപ്പന നടത്തുന്ന വരിക്കോട്ടിൽ യൂസഫിന്റെ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിൽ നിന്നാണ് സാധനങ്ങൾ പിടിച്ചെടുത്തത്. 318 കിലോ നിരോധിച്ച പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾ, 20 കിലോ പേപ്പർ പ്ലേറ്റ്, 2400 പേപ്പർ ഇലകൾ, 4950 പേപ്പർ ഗ്ലാസുകൾ എന്നിവയാണ് വരിക്കോട്ടിൽ യൂസഫിന്റെ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിൽ അനധികൃതമായി സൂക്ഷിച്ചിരുന്നതെന്ന് അധികൃതർ പറഞ്ഞു. ഇവ പിടിച്ചെടുത്തിട്ടുണ്ട്. നിരോധിച്ച പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നതിനെതിരെ നഗരസഭ അനൗൺസ്മെന്റ്, ചുമരെഴുത്തുകൾ തുടങ്ങി വിവിധ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു. എന്നിട്ടും നിയമം ലംഘിച്ച് ഇത്തരം സാധന സാമഗ്രികൾ വിൽപ്പന നടത്തുന്നതിനെതിരെയാണ് കർശന പരിശോധന നടത്തിയത്. പരിശോധനയിൽ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ഡിജിൽ രാജ്, ലിഷ സി ജോർജ്, സീനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ വിനോദ് കുമാർ എന്നിവർ പങ്കെടുത്തു. പരിശോധനയ്ക്ക് ക്ലീൻ സിറ്റി മാനേജർ TK പ്രകാശൻ നേതൃത്വം നൽകി. നിരോധിച്ച പ്ലാസ്റ്റിക് സാധനങ്ങൾ സൂക്ഷിക്കുന്നവരിൽ നിന്ന് 500,000 രൂപ വരെ പിഴ ഈടാക്കുമെന്ന് നഗരസഭാ സെക്രട്ടറി അറിയിച്ചു. മറ്റ് നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും സെക്രട്ടറി PS രാജേഷ് മുന്നറിയിപ്പ് നൽകി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ 2 കിലോ കഞ്ചാവുമായി ഒഡീഷ സ്വദേശിനി അറസ്റ്റിൽ. ഒഡീഷയിലെ ഗഞ്ചം സ്വദേശിനിയായ 41 വയസ്സുള്ള തനു ഹനാക്കിനെയാണ് തൃശൂർ സിറ്റി ലഹരി വിരുദ്ധ സ്ക്വാഡും ഈസ്റ്റ് പോലീസും ചേർന്ന് അറസ്റ്റ് ചെയ്തത്. സ്ത്രീകൾ ട്രെയിൻ മാർഗം കഞ്ചാവ് കടത്തുന്നു എന്നുള്ള പരാതി സിറ്റി പോലീസ് കമ്മീഷണർക്ക് ലഭിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ തൃശൂർ സിറ്റി ലഹരി വിരുദ്ധ സ്ക്വാഡും ഈസ്റ്റ് പോലീസും ചേർന്ന് റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിലാണ് തനു ഹനാക്ക് പിടിയിലായത്. ഒഡീഷ ഗഞ്ചം സ്വദേശിനിയാണ് 41 വയസ്സുള്ള തനു ഹനാക്ക്. 2 കിലോ കഞ്ചാവ് ഇവരിൽ നിന്ന് പിടിച്ചെടുത്തു. റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ ഇറങ്ങി പുറത്തുവന്ന തനുവിന്റെ കൈവശമുണ്ടായിരുന്ന സഞ്ചിക്കുള്ളിൽ നിന്നാണ് കഞ്ചാവ് കണ്ടെത്തിയത്. സഞ്ചിയിൽ അരിയാണെന്ന് ഇവർ പറഞ്ഞു. വിശദമായി പരിശോധിച്ചതിൽ അരിക്കുള്ളിൽ 2 കിലോ കഞ്ചാവ് ഒളിപ്പിച്ചുവെച്ച രീതിയിൽ കാണപ്പെടുകയായിരുന്നു. ചോദ്യം ചെയ്തതിൽ മുമ്പും പലതവണ ഇതേ രീതിയിൽ കഞ്ചാവ് കടത്തിയിട്ടുണ്ടെന്ന് യുവതി സമ്മതിച്ചിട്ടുണ്ട്. അന്വേഷണ സംഘത്തിൽ ഈസ്റ്റ് SI പ്രമോദ്, ലഹരിവിരുദ്ധ സ്ക്വാഡിലെ SIമാരായ സുബ്രതകുമാർ, ഗോപാലകൃഷ്ണൻ, ASI ജീവൻ, ജയകുമാർ, പോലീസുകാരായ ലിഗേഷ്, ശരത്, ആഷിഷ്, വിമൽ, വനിതാ പോലീസുകാരായ ദുർഗ, ശ്രീജ എന്നിവരുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ തൃശൂർ ജില്ലാ കൺവെൻഷൻ നടന്നു. കൺവെൻഷൻ AKTA സംസ്ഥാന ട്രഷറർ G കാർത്തികേയൻ ഉദ്ഘാടനം ചെയ്തു. കേരള തയ്യൽ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് പ്രസവ ധനസഹായം 15,000 രൂപ ഒറ്റ തവണയായി നൽകണമെന്നും മിനിമം പെൻഷൻ 5,000 രൂപയാക്കി വർദ്ധിപ്പിക്കണമെന്നും ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ ആവശ്യപ്പെട്ടു. തയ്യൽ തൊഴിലാളികളുടെ റിട്ടയർമെന്റ് തുക വെട്ടിക്കുറച്ച സർക്കാർ നടപടിയിൽ ശക്തമായ പ്രതിഷേധം കൺവെൻഷനിൽ ഉയർന്നുവന്നു. തയ്യൽ തൊഴിലാളികൾക്ക് നിയമപ്രകാരം ലഭിക്കേണ്ട പെൻഷൻ കുടിശ്ശികയില്ലാതെ മാസം തോറും വിതരണം ചെയ്യണമെന്നും സർവീസ് പെൻഷൻ അനുവദിച്ചു തരണമെന്നും തയ്യൽ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് സർക്കാരിനോട് പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. നമ്മൾ പരിശോധിച്ചാൽ മനസ്സിലാക്കേണ്ടത് 10 തയ്യൽക്കാരെ കണ്ടാൽ, അവരുടെ പ്രകടനം കണ്ടാൽ ആവേശം പൂത്ത് പറയുന്നത് പലതും നമുക്ക് വേണ്ടി ചെയ്യാറില്ല എന്ന വസ്തുത നമ്മൾ പഠിക്കണം. ഇപ്പൊ എന്താ അവസാനമായി ചെയ്തു തീർത്തിരിക്കുന്നത്? 2020 50 രൂപ വെച്ചടത്ത തൊഴിലാളികളിൽ 10,000-ഓളം ആൾക്കാർക്ക്
27,000 രൂപ കിട്ടേണ്ട തൊഴിലാളികൾക്ക് 8,000, 9,000, 10,000 ഒക്കെ ആയിട്ട് വെട്ടിക്കുറച്ച് കൊടുത്തിരിക്കുന്നു. കൺവെൻഷനിൽ AKTA തൃശൂർ ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ ഖാദർ എടവിലങ്ങ് അധ്യക്ഷനായി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് S. സതികുമാർ സംഘടനാ റിപ്പോർട്ടും ജില്ലാ സെക്രട്ടറി MK പ്രകാശൻ പ്രവർത്തന റിപ്പോർട്ടും ജില്ലാ ട്രഷറർ PM പുഷ്പകുമാരി വരവ് ചിലവ് കണക്കും അവതരിപ്പിച്ചു. മറ്റു ഭാരവാഹികളായ ശൈല ജോയ്, അമ്മിണി കുമാരൻ, KA ജോയ്, കൃഷ്ണൻ കപ്പ്യാരത്ത് എന്നിവർ സംസാരിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം MT രമ്യ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ സംസ്ഥാന കമ്മിറ്റി അംഗം ജലജ അരവിന്ദൻ നന്ദി അറിയിച്ചു. 39 ഏരിയ കമ്മിറ്റിയിൽ നിന്നായി 400 പ്രതിനിധികൾ കൺവെൻഷനിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ ചെറുതുരുത്തി. വടക്കാഞ്ചേരി മേഖലയിൽ കാട്ടാനകൾ നാട്ടിലിറങ്ങുന്നത് പതിവാകുന്നു. അകമല, കുഴിയോട് പ്രദേശത്ത് ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനകൾ വ്യാപകമായി കൃഷി നശിപ്പിച്ചു. വടക്കാഞ്ചേരിയിലും സമീപ പ്രദേശങ്ങളിലും കാട്ടാനകൾ ഇറങ്ങുന്നത് നിത്യസംഭവമായി മാറിയിരിക്കുകയാണ്. വലിയ ആശങ്കയിലും ഭീതിയിലുമാണ് ജനങ്ങൾ. അകമല, കുഴിയോട് ജനവാസ മേഖലയിൽ കാട്ടാനകൾ ഇറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചു. പുലർച്ചെ 5 മണിയോടെയാണ് കാട്ടാനകൾ ഈ പ്രദേശത്ത് ഇറങ്ങിയത്. വാഴകൃഷി നശിപ്പിച്ച കാട്ടാനകൾ പ്ലാവിലെ ചക്കകളും ഭക്ഷിച്ചാണ് മടങ്ങിയത്. ആന ഇറങ്ങിയതറിഞ്ഞ് ഭീതിയിലായ നാട്ടുകാർ വനം വകുപ്പ് അധികൃതരെ വിവരമറിയിച്ചു. സ്ഥലത്തെത്തിയ വനപാലകരും നാട്ടുകാരും ചേർന്ന് പടക്കം പൊട്ടിച്ചും പാട്ടകൊട്ടിയുമാണ് ആനകളെ കാടുകയറ്റിയത്. മേഖലയിൽ കാട്ടാനശല്യം രൂക്ഷമായ സാഹചര്യത്തിൽ ആനകൾ നാട്ടിലിറങ്ങുന്നത് തടയാൻ ശാസ്ത്രീയമായ നടപടികൾ സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമാണ്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പുനർനിർമ്മാണം നടന്ന ഷൊർണൂർ പോസ്റ്റ് ഓഫീസ് റോഡിൽ ചെറുമഴയിൽ തന്നെ വെള്ളക്കെട്ടെന്ന് പരാതി. മഴക്കാലത്ത് പ്രശ്നം രൂക്ഷമാകുമെന്ന് പ്രദേശത്തെ വ്യാപാരികൾ ചൂണ്ടിക്കാട്ടി. വെള്ളക്കെട്ട് റോഡിന്റെ തകർച്ചയ്ക്ക് കാരണമാകുമെന്നും ആക്ഷേപമുണ്ട്. പുനർനിർമ്മാണം നടന്ന പാതയിലെ ചില ഭാഗങ്ങളിൽ വ്യാപാര സ്ഥാപനങ്ങൾക്ക് മുന്നിലാണ് ചെളിവെള്ളം തളം കെട്ടി നിൽക്കുന്നത്. രാവിലെ പെയ്ത വേനൽ മഴയിലാണ് വെള്ളക്കെട്ട്. പഴയ ഐഡിയൽ കോളേജിന് സമീപത്തെ കെട്ടിടത്തിനു മുന്നിൽ വെള്ളക്കെട്ടുണ്ട്. റേഷൻ കട പ്രവർത്തിക്കുന്നത് ഈ കെട്ടിടത്തിലാണ്. ചെറുവേനൽ മഴയിൽ തന്നെ വെള്ളക്കെട്ടുണ്ടായ സാഹചര്യത്തിൽ പ്രദേശത്തെ വ്യാപാരികളും യാത്രക്കാരും ആശങ്കയിലാണ്. മഴക്കാലത്ത് പ്രശ്നം രൂക്ഷമായേക്കുമെന്ന് വ്യാപാരികൾ പറഞ്ഞു. ഇപ്പോൾ റോഡ് പണി കഴിഞ്ഞതിന് ശേഷം ഇന്നാകെ ചെറിയൊരു മഴ പെയ്തിട്ടുള്ളൂ. അപ്പോഴേക്കും നമ്മുടെ കളറ് ഈ കോംപ്ലക്സിൻ്റെ ഫ്രണ്ടിൽ വെള്ളക്കെട്ടാണ്. ഈ വെള്ളക്കെട്ടിൽ ഇപ്പോൾ റേഷൻ വാങ്ങാൻ വരുന്നവർക്കും കുറേ പേര് വരുന്നുണ്ട്. അവർക്ക് ബുദ്ധിമുട്ടാണ്. അതുപോലെ ഈ കോംപ്ലക്സിലേക്ക് വരാൻ കുറേ പേര് വരുന്ന ആൾക്കാർക്ക് ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ തൽക്കാലം ഒരു വെള്ളത്തിൽ 3 കല്ല് വെച്ചിരിക്കുകയാണ്. അത് തട്ടി വീഴാൻ സാധ്യത ഉണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് ചെറിയ മഴ പെയ്തിട്ടുള്ളൂ. ഇനി വലിയ മഴ പെയ്യുമ്പോഴേക്കും ആകെ പ്രശ്നം, കോംപ്ലക്സിലേക്ക് വെള്ളം കയറും. പാതയിൽ നിന്ന് കടകളിലേക്ക് കയറുന്ന ഭാഗത്ത് ഹോളോ ബ്രിക്സ് നിരത്തിയിട്ടിരിക്കുകയാണിപ്പോൾ. പുനർനിർമ്മിച്ച പാതയിലെ വെള്ളക്കെട്ട് റോഡിന്റെ തകർച്ചയ്ക്ക് കാരണമാകുമെന്ന് യാത്രക്കാർ ചൂണ്ടിക്കാട്ടി. എത്രയും വേഗം പ്രശ്നത്തിന് പരിഹാരം കാണാൻ അധികൃതർ നടപടി സ്വീകരിക്കണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പാഞ്ഞാൾ തോട്ടത്തിൽ മനയിൽ 12 ദിവസം നീണ്ടുനിൽക്കുന്ന മഹാകിരാത രുദ്രയജ്ഞത്തിന് തുടക്കമായി. ശ്രീ കിരാത രുദ്ര ശ്രീവിദ്യാപീഠത്തിൽ നടക്കുന്ന മഹാകിരാത രുദ്രയജ്ഞത്തിന്റെ ഭാഗമായി എല്ലാ ദിവസങ്ങളിലും വേട്ടേക്കരന്റെ എഴുന്നള്ളിപ്പുണ്ടാകും. ചൊവ്വാഴ്ച രാവിലെ ബ്രഹ്മശ്രീ അഴകത്ത് നിതിൻ നമ്പൂതിരിപ്പാട് ധ്വജാരോഹണം നടത്തി. തോട്ടത്തിൽ മന കുട്ടൻ തിരുമേനി ദീപപ്രജ്വലനം നിർവഹിച്ചു. പൂജാകർമ്മങ്ങളും മഹാകിരാതരുദ്ര ഹോമവും രാവിലെ ഗുരുപാതുക എഴുന്നള്ളിപ്പും നടന്നു. ശേഷം 10:15 മഹാകിരാതരുദ്രയജ്ഞത്തിന്റെ ഉദ്ഘാടന ചടങ്ങുകൾ നടന്നു. തുടർന്ന് വിവിധ പരിപാടികളും വൈകിട്ട് കിരാതപാർവതിയുടെ മുല്ലിക്കൽ പാട്ട്, ഗജവീരന്റെയും പ്രമുഖരുടെ നേതൃത്വത്തിൽ നടത്തുന്ന മേളത്തിന്റെയും അകമ്പടിയോടെ വേട്ടേക്കാരന്റെ എഴുന്നള്ളിപ്പും നടന്നു. വരും ദിവസങ്ങളിലും രാവിലെയും വൈകിട്ടും ഗജവീരന്മാരുടെ അകമ്പടിയോടെ കേരളത്തിലെ പ്രശസ്തരായ വാദ്യകുലപതികളുടെ നേതൃത്വത്തിൽ താളമേളങ്ങളുടെ അകമ്പടിയോടെയായിരിക്കും വേട്ടേക്കാരൻ എഴുന്നള്ളിപ്പെന്ന് ട്രസ്റ്റ് ഭാരവാഹികളായ തോട്ടത്തിൽ മന കുട്ടൻ തിരുമേനി, MS പ്രതീഷ് എന്നിവർ പറഞ്ഞു. വേട്ടക്കാരന് വിശേഷാൽ അഭിഷേകങ്ങളും എല്ലാം ഉണ്ടായി. അതിനുശേഷമാണ് ഗുരുവിൻ്റെ എഴുന്നള്ളത്തുണ്ടായി. ഗുരുപാതുക പൂജ കഴിഞ്ഞു. ഇപ്പോൾ ധ്വജാരോഹണം കഴിഞ്ഞു. മഹാകിരാത രുദ്രയജ്ഞം ഔദ്യോഗികമായിട്ട് 5 തിരിയിട്ട വിളക്കിൽ ദീപപ്രോജ്വലനം ചെയ്ത് അത് ഉദ്ഘാടനം ചെയ്യുകയും ചെയ്യും. ഇനിയിപ്പോൾ വരുന്ന ദിവസങ്ങളിൽ എല്ലാം ഇവിടെ നിരവധി ആയിട്ടുള്ള പൂജകൾ, ഹോമങ്ങൾ, അതേപോലെ വേട്ടക്കരൻ്റെ സവിശേഷമായിട്ടുള്ള എഴുന്നള്ളത്ത്, പാട്ട്, അതേപോലെ അന്നദാനം എന്നിവയെല്ലാം ഉണ്ടാവും. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി.
മഴ പെയ്യാനായി തൃശൂരിൽ പ്രത്യേക പൂജ. തൃശൂർ പഴയ നടക്കാവ് ചിറക്കൽ മഹാദേവ ക്ഷേത്രത്തിലാണ് വരുണജപം പൂജ നടത്തിയത്. തന്ത്രി പുലിയന്നൂർ ശങ്കരനാരായണൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ പുലർച്ചെ 4 മണിയോടെയാണ് പൂജ ആരംഭിച്ചത്. വരുണ ഭഗവാനെ പ്രീതിപ്പെടുത്തി മഴ പെയ്യിക്കാൻ ഭക്തജന കൂട്ടായ്മയാണ് ജപം സംഘടിപ്പിച്ചത്. കേരളത്തിൽ മഴ കുറയുകയും ചൂട് അസഹനീയമാവുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് പൂജ സംഘടിപ്പിക്കാൻ ഭക്തജനങ്ങൾ തീരുമാനിച്ചത്. ദേവന 1000 കുടം ജലധാരയും വടക്കുന്നാഥ ക്ഷേത്രത്തിൽ ഋഷഭന 108 കുടം ജല അഭിഷേകവും വടക്കുന്നാഥന് പ്രത്യേക ശംഖാഭിഷേകവും പൂജയുടെ ഭാഗമാണ്. മഴയുടെ കുറവ് മൂലം നമ്മളിവിടെ ഈ അമ്പലത്തിൽ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചപ്പോൾ അതിന് പുരാതനമായിട്ടൊരു കാര്യപദ്ധതി കാരണന്മാർ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു പ്രാർത്ഥനാ രൂപത്തിൽ ഏതെങ്കിലും ശിവക്ഷേത്രത്തിൽ ഒരു 1000 കുടം സഹസ്രകലശാഭിഷേകം ചെയ്ത് അതിൻ്റെ ശിഷ്ടജലം കൊണ്ട് അവിടുത്തെ വരുണൻ്റെ വലിക്കല് അതിനെ മൂടുക എന്നാണ് പറയുക. അതൊരു പഞ്ചരം വെച്ച് അതിൻ്റെ ഉള്ളിൽ ജലം നിറച്ച് അതിൽ വിശേഷമന്ത്രങ്ങൾ, വേദമന്ത്രങ്ങൾ, പർജന്യ സൂക്തം, പിന്നെ ആവഹന്തി യജുർവേദത്തിലത്തെ മന്ത്രങ്ങൾ, പഞ്ചവാരുണ മന്ത്രങ്ങൾ ഇതൊക്കെ ജപിക്കുകയാണ് അതിനുള്ള ഒരു പൊതുവിധിയായിട്ട് ആചാര്യന്മാർ പറഞ്ഞു വെച്ചിട്ടുള്ളത്. 40 വർഷം മുമ്പാണ് സമാനമായ രീതിയിൽ പൂജ സംഘടിപ്പിച്ചിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. STU സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് ഒറ്റപ്പാലത്ത് സ്ഥാപക ദിന സംഗമം സംഘടിപ്പിച്ചു. യൂണിയൻ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് MM ഹമീദ് ഉദ്ഘാടനം ചെയ്തു. STU 67ാം സ്ഥാപക ദിനത്തോടനുബന്ധിച്ചാണ് ഒറ്റപ്പാലത്ത് സ്ഥാപക ദിന സംഗമം സംഘടിപ്പിച്ചത്. യൂണിയൻ ഓഫീസ് പരിസരത്ത് MM ഹമീദ് പതാക ഉയർത്തി. സമ്മേളനത്തിന്റെ ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിച്ചു. അത് CD സാഹിബിനോടൊപ്പം തന്നെ വേറൊരു നേതാവുണ്ടായിരുന്നു. അത് ചരിത്രത്തിൽ വിസ്മരിക്കപ്പെട്ടതാണ്. അത് BV ഗിരിയായിരുന്നു. BV ഗിരിയെ നമുക്കെല്ലാവർക്കും അറിയാം. ഇന്ത്യയുടെ പ്രസിഡൻ്റായിരുന്നു. കേന്ദ്ര തൊഴിൽ വകുപ്പ് മന്ത്രിയായിരുന്നു. ആ BV ഗിരി ചരിത്രപുരുഷനാണ്. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വഴിത്തിരിവ് സൃഷ്ടിച്ച ഒരു തെരഞ്ഞെടുപ്പിലൂടെ പ്രസിഡൻ്റായ ഒരു ദേശീയ നേതാവായിരുന്നു BV ഗിരി. മോട്ടോർ തൊഴിലാളി യൂണിയൻ ജില്ലാ ട്രഷറർ ബഷീർ പുളിക്കലകത്ത് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന പ്രവർത്തക സമിതി അംഗം PP മുഹമ്മദ് കാസിം സ്ഥാപക ദിന പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. STU പ്രസിഡന്റ് K ഷറഫുദ്ദീൻ, OP ബഷീർ, നഗരസഭാ മുസ്ലിം ലീഗ് വൈസ് പ്രസിഡന്റ് സെയ്ദലവി, M മുഹമ്മദ്, P കാസിം, S ബഷീർ, മുജീബ് റഹ്മാൻ, K രാമൻ, A അസീസ്, K അബ്ദുൽ ഖാദർ, റഫീഖ് മുക്കാട്ടിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. മാത്തൂർ പഞ്ചായത്തിൽ പുതിയ സെക്രട്ടറി എത്തിയില്ല. സുപ്രധാന വിഷയങ്ങളിൽ തീരുമാനമെടുക്കാൻ സാധിക്കാതെ പ്രതിസന്ധിയിൽ ഭരണസമിതി. 2024 ഏപ്രിൽ അവസാനമാണ് നിലവിലുണ്ടായിരുന്ന പഞ്ചായത്ത് സെക്രട്ടറി ജോലിയിൽ നിന്നും വിരമിച്ചത്. എന്നാൽ ആഴ്ചകളായിട്ടും പുതിയ സെക്രട്ടറി എത്താത്തതാണ് പഞ്ചായത്തിലെ ദൈനംദിന ഭരണ സംവിധാനത്തെ തകരാറിലാക്കുന്നത്. നിർണായകമായ പല ബില്ലുകളും പാസാക്കാൻ സാധിക്കാത്ത അവസ്ഥയുമുണ്ട്. രാജ്യത്തിന്റെ മതേതരത്വവും ഐക്യവും വെല്ലുവിളി നേരിടുന്ന കാലമാണ് നിലവിലെന്ന് VK ശ്രീകണ്ഠൻ. മണ്ണൂർ പറയംകാട് നടന്ന കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി സംഘടിപ്പിച്ച കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നമ്മുടെ മണ്ണൂരിന്റെ കേരളത്തിന്റെ അല്ല, നമ്മുടെ രാജ്യം നിലനിൽക്കണോ വേണ്ടേ എന്നുള്ള തെരഞ്ഞെടുപ്പായിരുന്നു. സത്യത്തിൽ നമ്മുടെ രാജ്യത്തെ മതേതരത്വവും നമ്മുടെ ഐക്യവും വലിയ വെല്ലുവിളി നേരിടുന്ന കാലഘട്ടമാണ്. ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ചേരിതിരിഞ്ഞ് വർഗീയമായി ഏറ്റുമുട്ടുക, ഒരുപാട് പേര് കൊല്ലപ്പെടുക എന്നുള്ള അതിഭീകരമായ വാർത്തകൾ ദിനംപ്രതി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുക. അതിന് സത്യത്തിൽ പറഞ്ഞ പണ്ടൊക്കെ തീവ്രവാദികളും വിഘടനവാദികളും ശ്രമിച്ചിരുന്നെങ്കിൽ ഇപ്പൊ ഭരണത്തിലിരിക്കുന്ന ആളുകൾ തന്നെ ആ ചെയ്തികൾ നടത്തിക്കൊണ്ടിരിക്കുക. അപ്പൊ നമ്മുടെ നാട്ടിലെ ഈ ഐക്യവും ഈ സാഹോദര്യമൊക്കെ നഷ്ടപ്പെട്ടാൽ ഉണ്ടാവുന്ന ഭവിഷ്യത്ത് നമുക്ക് മാത്രമല്ല, അടുത്ത ഒരുപാട് തലമുറകൾക്ക് ഭിന്നിച്ച് ജീവിക്കേണ്ടി വരും. ചടങ്ങിൽ മണ്ഡലം പ്രസിഡന്റ് M ശിവപ്രകാശൻ അധ്യക്ഷനായി. പരിപാടിയിൽ വെച്ച് കഴിഞ്ഞ ദിവസം അന്തരിച്ച രാധാകൃഷ്ണൻ മണിയങ്കോട്, നാരായണൻകുട്ടി നായർ എന്നിവരുടെ നിര്യാണത്തിൽ അനുശോചിച്ചു. സാമ്പത്തിക ശാസ്ത്രത്തിൽ PhD നേടിയ ഡോക്ടർ പ്രശാന്തിനെ ചടങ്ങിൽ വെച്ച് MP ഉപഹാരം നൽകി ആദരിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് വിനയൻ, INTUC ജില്ലാ സെക്രട്ടറി PC പ്രീദത്ത്, PR പത്മനാഭൻ, ലീഗ് നേതാവ് VM അൻവർ സാദിഖ്, P വിജയലക്ഷ്മി, സക്കറിയ, ഡോക്ടർ പ്രശാന്ത്,
PK അശ്വജിത്ത് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പത്തിരിപ്പാല. മണ്ണൂർ അമ്പലപ്പാറ പഞ്ചായത്തുകളിലെ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ വൻ അഗ്നിബാധ. ചേറുംപാല അപ്പക്കാട് പ്രദേശങ്ങളിലെ 5 ഏക്കറിലേറെ വരുന്ന പാഴ്പുല്ലും പനയും നിറഞ്ഞ പറമ്പാണ് കത്തിനശിച്ചത്. തിങ്കളാഴ്ച പുലർച്ചെ 3-നും തിങ്കളാഴ്ച പകൽ 1 മണിക്കുമായിരുന്നു അഗ്നിബാധ. തിങ്കളാഴ്ച പകൽ തീപിടിച്ച ചേറുംപാല പ്രദേശത്ത് 4 വീടുകളുണ്ടായിരുന്നെങ്കിലും അഗ്നിശമന സേനയുടെ കൃത്യമായ ഇടപെടൽ മൂലമാണ് വീടുകൾ രക്ഷിക്കാനായത്. 2 സംഭവത്തിലും സേനാംഗങ്ങൾ മണിക്കൂറുകൾ നീണ്ട ശ്രമത്തിനൊടുവിലാണ് തീ അണച്ചത്. പുലർച്ചെ നടന്ന സംഭവത്തിൽ കോങ്ങാട് അസിസ്റ്റന്റ് ഗ്രേഡ് ഓഫീസർ AK ഗിരീഷ് കുമാറും പകൽ നടന്ന അഗ്നിബാധയിൽ അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ C മനോജിന്റെയും നേതൃത്വത്തിലാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. ന്യൂസ് ബ്യൂറോ പത്തിരിപ്പാല. സമസ്ത കേരള ജംഇയ്യത്തുൽ മുഅല്ലിമീൻ മുള്ളൂർക്കര റേഞ്ച് വാർഷിക ജനറൽ ബോഡി യോഗം ചേർന്നു. യോഗം സുന്നി മഹല്ല ഫെഡറേഷൻ വടക്കാഞ്ചേരി മേഖലാ പ്രസിഡന്റ് MP കുഞ്ഞിക്കോയ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. അങ്ങനെ പ്രവർത്തിച്ച ഒരുപാട് മഹത്തുക്കൾ നമ്മുടെ മുമ്പിൽ കഴിഞ്ഞു പോയി. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ മുശാവറയിൽ ദീർഘകാലം നമ്മുടെ റേഞ്ചിൽ നിന്നും സേവനം ചെയ്തിട്ടുള്ള മഹാനായ PM ഇമ്പിച്ച് മുസ്ലിയാർ നബറല്ലാഹു ബറക്കത്തുഹു, ബഹുമാനപ്പെട്ടവർ ഇന്ന് എല്ലാ സൗകര്യങ്ങളും നമുക്കുണ്ട്. യാത്രാ സൗകര്യത്തിന് ട്രെയിനാണെങ്കിലും ബസ്സാണെങ്കിലും സ്വന്തമായി വാഹനമാണെങ്കിലും എല്ലാ സൗകര്യങ്ങളും നമുക്കുള്ള കാലത്തും ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകളുടെ കുറവും എല്ലാ പോയിന്റുകളിലും എത്തണമെങ്കിലും മാറി മാറി യാത്ര ചെയ്യേണ്ട ബസ് മാറിക്കയറേണ്ട സാഹചര്യത്തിൽ പോലും ചെറുതുരുത്തിയിൽ നിന്ന് ഷൊർണൂരിലേക്കും ഷൊർണൂരിൽ നിന്ന് പട്ടാമ്പിയിലേക്കും പട്ടാമ്പിയിൽ നിന്ന് വളാഞ്ചേരിയിലേക്കും വളാഞ്ചേരിയിൽ നിന്ന് സ്റ്റാറാനിയിലേക്കും ബസ് യാത്ര ചെയ്തിരുന്ന വന്യവയോധികനായിരുന്നു മഹാനായ PM ഇമ്പിച്ച് മുസ്ലിയാർ എന്നതുപോലെ തന്നെയാണ്. പക്ഷെ ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം ഉസ്താദ് വളരെ ആരോഗ്യവാനായിരുന്നു. മുള്ളൂർക്കര നുസ്രത്തുൽ ഇസ്ലാം മദ്രസയിൽ ചൊവ്വാഴ്ച രാവിലെ നടന്ന യോഗത്തിൽ സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് മുഫത്തീഷ് KP ഷംസുദ്ദീൻ ദാരിമി അധ്യക്ഷനായി. സമസ്ത കേരള ജംഇയ്യത്തുൽ മുഅല്ലിമീൻ സെൻട്രൽ കൗൺസിൽ മുദ്ദരിബ് K മുഹമ്മദ് ഷരീഫ് യമാനി മുഖ്യ പ്രഭാഷണം നിർവഹിച്ചു. സമസ്തയുടെ തൃശൂർ ജില്ലാ ജനറൽ സെക്രട്ടറി ആയിരുന്ന PT കുഞ്ഞുമുഹമ്മദ് മുസ്ലിയാരുടെ പേരിലുള്ള അനുസ്മരണ പ്രാർത്ഥനാ സദസ്സിന് റേഞ്ച് പ്രസിഡന്റ് A അഷ്റഫ് ദാരിമി നേതൃത്വം നൽകി. പുതിയ ഭാരവാഹി തെരഞ്ഞെടുപ്പ് FKJM തൃശൂർ ജില്ലാ നിരീക്ഷകൻ K ഹംസ അൻവരി നിയന്ത്രിച്ചു. KS മുഹമ്മദ്, KM ഉമ്മർ മാസ്റ്റർ, PS ഗമറുദ്ദീൻ മൗലവി, PK മൂസ എന്നിവർ സംസാരിച്ചു. റേഞ്ച് ജനറൽ സെക്രട്ടറി BAM അജ്മൽ ബാഗവി സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി KA ഹംസക്കുട്ടി മൗലവി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ ചെറുതുരുത്തി. വാടാനാംകുറിശി പോർക്കോട്ടുപറമ്പ് യുവശക്തി പൂരാഘോഷ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മെയ് ഫെസ്റ്റ് കലാസന്ധ്യ സംഘടിപ്പിച്ചു. കലാസന്ധ്യ 9ാം വാർഡംഗം സന്തോഷ് ഉദ്ഘാടനം ചെയ്തു. കമ്മിറ്റി ഭാരവാഹികളായ ഉണ്ണികൃഷ്ണൻ, ഹരികൃഷ്ണൻ, അജു, അജിത് കുമാർ, രമേശ് എന്നിവർ സംസാരിച്ചു. വീട്ടിലേക്ക് വാങ്ങിക്കൊണ്ടുവന്ന കാടമുട്ടയിൽ കാടക്കുഞ്ഞുങ്ങളെ കണ്ട ഞെട്ടലിലാണ് വള്ളത്തോൾ നഗർ സ്വദേശി ബാപ്പൂട്ടിയും കുടുംബവും. കഴിഞ്ഞ ദിവസം വീടിനു സമീപത്തുള്ള കടയിൽ നിന്നും വാങ്ങിയ 4ഓളം കാടമുട്ടയിലാണ് കാടക്കുഞ്ഞുങ്ങളെ കണ്ടെത്തിയത്. വീട്ടിൽ കൊണ്ടുവന്ന് വേവിച്ച ശേഷം പൊളിച്ചു നോക്കുമ്പോഴാണ് കാടക്കുഞ്ഞുങ്ങളെ ചത്ത നിലയിൽ കാണുന്നത്. തങ്ങൾ കാരണം 4 ജീവനുകൾ നഷ്ടപ്പെട്ടല്ലോ എന്ന ആശങ്കയിലാണ് കുടുംബക്കാർ. കടയിൽ നിന്ന് വാങ്ങിയ 15 മുട്ടകളിൽ വേവിക്കാനിട്ടപ്പോൾ പൊട്ടിത്തെറിക്കുന്നത് കണ്ട് പൊളിച്ചു നോക്കിയപ്പോഴാണ് കാടക്കുഞ്ഞുങ്ങളെ കണ്ടതെന്ന് ബാപ്പൂട്ടി പറഞ്ഞു. ഞാൻ ചെറുതുരുത്തി കുളമ്പൂക്കിലുള്ള ബാപ്പൂട്ടിയാണ്. ഞാൻ ഈ കാടമുട്ട വാങ്ങിയത് കുളമ്പൂക്കിലുള്ള KPK സ്റ്റോറിൽ നിന്നാണ്. അപ്പോൾ ഫാമിൽ നിന്നും ആ കടയിലേക്ക് അപ്പം ഈ കാടമുട്ട വന്നിട്ടുള്ളൂ. അപ്പം തന്നെ ഞാൻ 2 ദിവസം മുന്നെയാണ് 2 പാക്കറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വീട്ടിൽ കൊടുത്തിട്ട് ഇത് പുഴുങ്ങണ ടൈമിലാണ് ചൂട് തട്ടിയപ്പോൾ ഇത് പൊട്ടിത്തെറിച്ചത്. അപ്പോൾ എന്തുകൊണ്ടാണ് പൊട്ടിത്തെറിച്ചത് നമുക്കറിയില്ലായിരുന്നു. ഉപ്പ് കൂടിയിട്ടാണെന്ന് വിചാരിച്ചത്. പിന്നെയാണിത് വെന്ത് കഴിഞ്ഞിട്ട് തുറന്നു നോക്കി നമ്മൾ തുറക്കുന്ന ടൈമിലാണ് ഇതിനുള്ള 3 കാടക്കുട്ടികളെ നമ്മൾ കാണുന്നത്. ന്യൂസ് ബ്യൂറോ ചെറുതുരുത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. പട്ടാമ്പി നഗരസഭാ ചെയർപേഴ്സണെതിരെ UDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം ചർച്ച ചെയ്യാനായില്ല. പ്രമേയം ചർച്ച ചെയ്യാൻ കഴിയാതിരുന്നത് ക്വാറം തികയാത്ത സാഹചര്യത്തിൽ. 28 അംഗ കൌൺസിലിൽ അവിശ്വാസ പ്രമേയ ചർച്ചയ്ക്കെത്തിയത് 13 പേർ മാത്രം. ഭരണപക്ഷത്തിന്റെ അഴിമതിക്കും ജനദ്രോഹത്തിനുമെതിരെ പോരാട്ടം തുടരുമെന്ന് UDF.
CPM V4 സഖ്യത്തിന്റെ വികസന ഭരണത്തിൽ പട്ടാമ്പിയിലെ UDF അസ്വസ്ഥമെന്ന് നഗരസഭാ വൈസ് ചെയർമാൻ TP ഷാജി. സഖ്യം ഒറ്റക്കെട്ടായി മുന്നോട്ടു പോകും. കൂറുമാറിയ കൌൺസിലർക്കെതിരെ നടപടിയുണ്ടാകുമെന്നും TP ഷാജി. കഞ്ചിക്കോട്ട് ട്രെയിൻ തട്ടി വീണ്ടും കാട്ടാന ചരിഞ്ഞു. കഞ്ചിക്കോട് പന്നിമടയ്ക്ക് സമീപം പിടിയാന ചരിഞ്ഞത് തിരുവനന്തപുരം ചെന്നൈ എക്സ്പ്രസ് ഇടിച്ച്. സംഭവത്തിൽ ലോക്കോ പൈലറ്റിനെതിരെ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചതായി വനം വകുപ്പ്. കഴിഞ്ഞ ഒരു മാസത്തിനിടെ ഇതേ പ്രദേശത്ത് ട്രെയിനിടിച്ച് കാട്ടാന ചരിയുന്നത് ഇത് രണ്ടാം തവണ. മൃഗസമ്പത്തിന് ഭീഷണിയായി കൊടും ചൂട്. എരുമപ്പെട്ടിയിൽ സൂര്യാഘാതമേറ്റ് പശു കുഴഞ്ഞു വീണു ചത്തു. വനങ്ങൾ ഉണങ്ങിയതോടെ കാട്ടാനകൾ കൂട്ടത്തോടെ നാട്ടിൽ. അകമലയിൽ ജനവാസ കേന്ദ്രത്തിലിറങ്ങിയ കാട്ടാനകൾ വ്യാപകമായി കൃഷി നശിപ്പിച്ചു. ഗതാഗത വകുപ്പിന്റെ അശാസ്ത്രീയ പരിഷ്കാരങ്ങൾക്കെതിരെ യൂത്ത് കോൺഗ്രസ്. ഡ്രൈവിംഗ് ടെസ്റ്റ് അവതാളത്തിലാക്കിയതുൾപ്പെടെ മണ്ടൻ പരിഷ്കാരങ്ങൾ പിൻവലിക്കണം. പാലക്കാട് RT ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് മാർച്ച്. ഡ്രൈവിംഗ് ടെസ്റ്റ് സ്വകാര്യ കുത്തകകളെ ഏൽപ്പിക്കാനുള്ള അണിയറ നീക്കമാണ് വകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കുന്നതെന്ന് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ. തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ 2 കിലോ കഞ്ചാവുമായി ഒഡീഷ സ്വദേശിനിയായ യുവതി അറസ്റ്റിൽ. ഒഡീഷ ഗഞ്ചം സ്വദേശിനി തനു ഹനാക്ക് പിടിയിലായത് സ്ത്രീകൾ ട്രെയിൻ മാർഗം കഞ്ചാവ് കടത്തുന്നു എന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിൽ. കഞ്ചാവ് കണ്ടെത്തിയത് അരിസഞ്ചിയിൽ ഒളിപ്പിച്ച നിലയിൽ. മുമ്പും ഇത്തരത്തിൽ കഞ്ചാവ് കടത്തിയിട്ടുണ്ടെന്ന് യുവതി സമ്മതിച്ചതായി പോലീസ്. പുനർനിർമ്മാണം നടന്ന ഷൊർണൂർ പോസ്റ്റ് ഓഫീസ് റോഡിൽ ചെറുമഴയിൽ തന്നെ വെള്ളക്കെട്ട്. പല ഭാഗത്തും ചെളിവെള്ളം തളം കെട്ടിയത് യാത്രക്കാരെയും വ്യാപാരികളെയും വലച്ചു. മഴക്കാലത്ത് പ്രശ്നം രൂക്ഷമാകാൻ സാധ്യത. വെള്ളക്കെട്ട് പാതയുടെ തകർച്ചയ്ക്ക് കാരണമാകുമെന്നും ആശങ്ക. ശുദ്ധജല പ്രതിസന്ധി രൂക്ഷം. ഷൊർണൂരിലെ കുടിവെള്ളക്ഷാമത്തിന് പരിഹാരം കാണാൻ നടപടികൾ ആരംഭിച്ചതായി നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ്. എല്ലാ പ്രദേശങ്ങളിലും ടാങ്കർ ലോറികളിൽ കുടിവെള്ളം എത്തിക്കും. നഗരസഭാ പരിധിയിലെ ചെറുകിട കുടിവെള്ള പദ്ധതികൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ പുനരുജ്ജീവിപ്പിക്കുമെന്നും ചെയർമാൻ. മണ്ണൂരിൽ ആനക്കല്ല് കുടിവെള്ള പദ്ധതിയുടെ തടയണ പറ്റിയതോടെ 100 കണക്കിന് കുടുംബങ്ങൾ കുടിവെള്ളമില്ലാതെ വലയുന്നു. തൃശൂരിൽ മഴയ്ക്കായി പ്രത്യേക പൂജ. വരുണജപം നടത്തിയത് പഴയ നടക്കാവ് ചിറക്കൽ മഹാദേവ ക്ഷേത്രത്തിൽ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.